ഹലോ ഡീസ്, ഇന്ന് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കാസർഗോഡിലെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഗോൾഡൻ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. ഇവരൊക്കെ വേറെ 2 ഫ്രാഞ്ചൈസി കാസർഗോഡ് തന്നെയുണ്ട്. ആദ്യം പറയട്ടെ, ഇത് നോമ്പിന് മുമ്പായിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, നോമ്പിന് പോയി കഴിച്ചതല്ല. അപ്പം ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ജസ്റ്റ് കാസർഗോഡ് ആരെങ്കിലും വരുന്നുണ്ട് അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തതാണ്. കാസർഗോഡ് നായന്മാർമൂല എന്നുള്ള പ്ലേസിലാണ് വരുന്നത്. ഇത് കാനക്കാടുന്ന് വരുന്ന വഴിക്കും ഈ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ടൈം നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് അന്ന് രാത്രി ഒരു ഏകദേശം 9 മണി ഈവനിങ് ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിന്ന് ഫുഡൊന്നും ആക്കണ്ട, നൈറ്റ് പുറത്തുനിന്ന് കഴിക്കാം. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ വയറ്റിൽ സാധാരണ ഉണ്ടായ വിശപ്പിനെക്കാട്ടിയും കൂടുതലായിട്ട് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡ് വർക്കൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, കാരണം നല്ല റഷായിരുന്നു. നോർമൽ എല്ലാ ദിവസവും അവിടെ റഷായിരിക്കും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പെരി പെരി അൽഫാം, ഫ്രൈഡ് റൈസ്, തന്തൂർ റൊട്ടി, പിന്നെ ഷേക്കൊക്കെ ആയിരുന്നു. എൻ്റെയും മോളുടെ ഫേവറേറ്റ് ഐറ്റംസാണ് പെരി പെരി, അതിൻ്റെ സ്പൈസി അൽഫാംസൊക്കെ. ഫുഡ് വന്ന സമയം തന്നെ ഞാൻ വേഗം വേഗം അകത്താക്കാൻ തുടങ്ങി, കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പേടിക്കാതെ കാണുന്ന അൽഫാം, ഫ്രൈഡ് റൈസൊക്കെ ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയത്, വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട്. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഒരു സ്കൂപ്സ് എന്നിട്ടുള്ള ഷോപ്പുണ്ടായി, ഫ്രൂട്ട് ഐസ് കിട്ടുന്ന. അവിടെ നമ്മൾ പോപ്സിക്കിൾസ് വാങ്ങി, ഓരോ ഫ്ലേവറിലുള്ള ഐസ്. ഹസ്ബൻഡ് അവക്കാഡോ, മോള് മാംഗോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ ഫ്ലേവർ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഫൈനലൈസ് മാംഗോ വാങ്ങിച്ചു. ഞാനൊരു ലോട്ടസ് ബിസ്കോഫി നല്ലൊരു ഫ്ലേവറാണ്. ഹസ്ബൻഡ് അവക്കാഡോ ഫ്ലേവർ ഇഷ്ടമായില്ല. പിന്നെ അന്നെന്തോ അടുത്തൊരു ഒരു പോപ്സിക്കിൾ അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. നോർമൽ നമ്മൾ കഴിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി.